ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സൺഡേ വ്ളോഗാണ് കേട്ടോ. ഇത് കുറച്ച് ലേറ്റ് ആയപ്പോൾ അപ്ലോഡ് ചെയ്യാൻ. ഞാനത് സൺഡേ ഈ ബീഫിൽ നിന്ന് തുടങ്ങുകയാണ്. കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ ഓരോ പണികളിലോട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൾ വന്ന് എന്നെ സഹായിക്കുകയാണ്. അവൾക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എല്ലാം അടുക്കി പറക്കി ആ സെയിം പ്രോപ്പർ സ്ഥലത്ത് വയ്ക്കണം. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഇരട്ടിപ്പണിയാണ് ആക്കുന്നത്. പിന്നെ ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. അവൾ ചേട്ടേന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെയല്ലേ അവൾ പഠിക്കുന്നത്. അവൾ പറഞ്ഞു, അമ്മ ഇതിവിടെ അല്ല, ഇതവിടെയാണ്, ഇതിവിടെയല്ല, ഇതിങ്ങനെയാണെന്നൊക്കെ. അവൾ ടി വി, അവൾക്ക് ഇതൊന്നും അറിയണ്ട. അവൾക്ക് ടി വി കണ്ടാൽ മതി, മാഷ എൻ്റെ ബേൾ കണ്ടാൽ മതി അവൾക്ക്. ഞാൻ എന്താ കണ്ണാടി വെച്ചിരിക്കുന്നത് വലിയ സ്റ്റൈലിന് വേണ്ടിയെന്നുള്ള ഉള്ളി അരിയാണ്. വേറെ നിവൃത്തിയില്ലാതെ കണ്ണാടി വെച്ചതാണ്. കരങ്ങി തളർന്നു വയ്യ. ഉള്ളി ഒരു മെനക്കെട്ട പരിപാടിയല്ലേ ഉള്ളി വൃത്തിയാക്കുക എന്നുള്ളത്. അങ്ങനെ അത് വൃത്തിയാക്കി ബീഫെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ടപ്പയിൽ നിന്നൊരു ബീഫ് കറി ആക്കണം. ഇനി അതിനും എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് ഒന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അവൾ ചെയ്യുന്നത്. ഒന്നും ഞാൻ പറയും, എനിക്കതാണ് ഞാൻ എപ്പോഴും പറയണം, ഇവളുണ്ടെങ്കിൽ എനിക്കൊരു കൈത്താങ്ങാണ്. അവളെല്ലാം അറിഞ്ഞ് ചെയ്യും കേട്ടോ. അത് പറഞ്ഞിട്ടൊന്നുമല്ല അവൾ ചെയ്യണത്. അവൾക്കിതൊക്കെ ഇഷ്ടമാണ്. വലുതാകുമ്പോൾ എത്രത്തോളം ഇഷ്ടമാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ചെയ്യണ പിള്ളേർ വലുതാകുമ്പോൾ ചെയ്യില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ ലോകം ഇതല്ലേ, ഒന്ന് കറങ്ങി തീരുന്നതും എല്ലാം അടുക്കളയിൽ തന്നെ അല്ലേ സ്ത്രീകൾ. പിന്നെ അത് അടുത്ത് ചെയ്യുന്നതാണ്. വേണമെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഡേ ഓഫ് വാസുഗീസ് ലൈഫ് എന്നാണ് ഈ വ്ളോഗിന് വേണമെങ്കിൽ പറയേണ്ടത്. അതൊക്കെ വൃത്തിയാക്കി ഇടുകയാണ്. അതൊക്കെ കഴിച്ച ഉടനെ അവൾക്ക് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇടണം ഇന്ന്. പക്ഷേ അവൾ വയ്യ, അവൾക്ക് ചെറിയൊരു പനിയുടെ ഒരു ലക്ഷണമുണ്ട്. അതുകൊണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയി. അവൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ അവൾ കിടന്നൊക്കെ കഴിഞ്ഞപ്പോൾ അവളൊന്ന് ഉഷാറായി. അങ്ങനെ എന്നെ വിരിച്ചൊക്കെ സഹായിക്കുകയാണ്. എന്നെ വഴക്ക് പറഞ്ഞ് ഞാൻ ചെയ്യണം കേട്ടോ. അമ്മ ഇതൊന്നും ചെയ്യില്ല, അമ്മയ്ക്ക് ചെയ്തുകൂടെ. പിന്നെ ഞാൻ പറയും, എനിക്ക് അസുഖം ഉണ്ടല്ലോ, അപ്പോൾ അമ്മ എന്തിനാ ചെയ്യണമെന്നൊക്കെ ചോദിക്കും. പിന്നെ അവരുടെ സന്തോഷത്തിനായിരുന്നു. ഇതേ അടുക്കി ഇവള് തന്നെയാണ് ഇത് ഇന്നലെ അടുക്കി വെച്ചത്. പക്ഷെ അവൾ തന്നെയാണ് മാതു കുളമാക്കി അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എല്ലാം ദേഷ്യത്തിൽ വലിച്ച് താഴെ ഇട്ടിട്ട് ഒന്നേന്ന് വയ്ക്കുകയാണ്. ഇതൊക്കെ അവളുടെ ഡ്യൂട്ടിയാണ്, പറഞ്ഞൊന്നും കൊടുക്കണ്ട, അവൾ തന്നെ ചെയ്തോളും. നല്ല കുട്ടിയാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യണമെന്നല്ല, ഞാൻ ജസ്റ്റ് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊന്ന് കാണിക്കുന്നതാണ്. അവൾക്ക് ഷൂഷു ഒഴിക്കണമെന്ന് പറഞ്ഞാൽ അവൾ പോയി ഷൂഷു ഒഴിച്ചു. എന്നിട്ട് പാൻറ് ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ അടുത്തല്ല കേട്ടോ ഇതൊന്നും വന്ന് പറയണം, നേരെ അവൾ ആ ചേച്ചിയുടെ അടുത്ത് കൊണ്ട് കൊടുത്തോളും. അവൾക്കിതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ ചെയ്തൊരു ഒരു അമ്മയുടെ ഒരു അധികാരത്തിൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിൽ നിന്ന് ടൊമാറ്റോ എടുത്തിട്ട് വരാം, അങ്ങനെ എടുത്തിട്ട് വരെയാണ്. എനിക്ക് അരിയണമെന്നൊക്കെ പറഞ്ഞ് അലയ്ക്കുന്നുണ്ട്, പക്ഷെ ഞാനത് കൊടുത്തില്ല. പിന്നെ നമ്മൾ പാട്ടൊക്കെ ഇട്ട് ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ട് തുള്ളിക്കൊണ്ടൊക്കെയാണ് ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവൾ പസിൽ അടുക്കി വെച്ചതിന് ശേഷം അത് ഓരോന്നായിട്ട് സൈഡിൽ കൂടെ ഒന്ന് നുള്ളിപ്പറക്കി എടുത്തിട്ട് പോവും. എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വയ്ക്കും. പക്ഷേ പാവം ഇന്ന് എന്തോ സൈലൻ്റായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ടപ്പയിൽ നിന്ന് ഞാൻ ഒരു ഗീ റൈസും നെയ്ച്ചോറും ബീഫ് കറിയും റെഡിയാക്കി. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ തവണ ഉണ്ടാക്കി ബീഫ് കറി അടിപൊളി അസലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ എങ്ങനെയാണോ എന്തോ, എനിക്ക് ടേസ്റ്റ് അത്ര ഒന്നും തോന്നില്ല. പക്ഷേ അടിപൊളി എന്ന് പറഞ്ഞ് ചുമ്മാ എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുകയാണ്. രണ്ടാമത് എന്തൊക്കെ ഒരു കൊണ്ടുവച്ച് കഴിച്ചു. അതിൻ്റെ പകുതിയോളം അച്ഛനും മക്കളും കൂടെ തന്നെ ആ ഒരു സ്റ്റെപ്പിൽ കഴിച്ചു. പിന്നെ ഞാൻ അവർക്ക് വാരി കൊടുത്തു. അവൾ ക്യാമറ കണ്ടിട്ട് അവൾ വന്ന് സഹകരിച്ച് തരാണ് കേട്ടോ വീഡിയോയ്ക്ക്. പല പോസിൽ ഇത് ചവയ്ക്കുകയാണ്. നീണ്ട കോസ്റ്റ് കാണിക്കണം കണ്ടില്ലേ. വസുവിന് കഴിക്കാൻ കൊടുക്കുന്ന കാര്യമാണ് പാട്. ഇളയ ആൾക്ക് കുഴപ്പമില്ല കേട്ടോ. അവൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നോളൂ. അവൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുത്താൽ മതി. ആൾ സൈലൻ്റ് ആയിക്കോളും, കൂളായിക്കോളും. ഒന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇത് എടുത്തോണ്ടൊന്നും പകുതിയോളം ആയിട്ടില്ല. ചില നേരത്ത് ഇതാണ് ഏറ്റവും വലിയ ജോലി എന്ന് തോന്നും. അതിനാണ് അടിയും വഴക്കുമൊക്കെ വീട്ടിൽ. അങ്ങനെ അവർക്കൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിരുന്ന് കഴിക്കുന്നുണ്ട്. നന്നായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് ഫ്ലോപ്പായിരുന്നു, പക്ഷേ അല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാൽ, തേങ്ങാക്കൊത്താണ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പപ്പടമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പപ്പടം പിള്ളേരെ കണ്ണി കിട്ടിയാൽ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല, എടുത്തോണ്ട് ഓടിക്കളയും. അങ്ങനെ ഞാൻ പപ്പടം കിട്ടിയ പാടെ കുഴച്ച് അതിൻ്റെ കൂടെ പൊടിച്ച് കുഴച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ ആ ടിന്നോട് എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുകയാണ്.
ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്തോ ചേട്ടൻ വിചാരിച്ചു. അങ്ങനെ ഉറക്കമൊക്കെ എണീറ്റപ്പോൾ ചേട്ടനും തൊണ്ടവേദന തുടങ്ങി. മഴയാണല്ലോ, നല്ല മഴ നനഞ്ഞുകൊണ്ടാണ് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞതൊക്കെ. തൊപ്പിയൊന്നും വയ്ക്കുന്ന ശീലമില്ല. അങ്ങനെ ഞാൻ എൻ്റെ കട്ടൻ ഇട്ട കൂട്ടത്തിൽ വസുവിനും കൊടുക്കുകയാണ്. ചേട്ടൻ ചൂടോടെ കുടിച്ച് വസുവിന് ഇച്ചിരി ഒന്ന് ആറിയതിന് ശേഷം കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ അവൾക്ക് കൊടുത്തു. ഊതി അവൾ കുടിക്കുകയാണ്. എല്ലാം ഇട്ടതാണ്. ചുക്ക്, ഇഞ്ചി, കരിപ്പോട്ടി, ചുക്കിനാണല്ലോ ഇഞ്ചി എന്ന് പറയുന്നത്, തുളസി, കുരുമുളക്, പിന്നെന്താ മല്ലി. എൻ്റെ അമ്മയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അമ്മയുടെ ഒന്ന് കണ്ടാണ് ഞാൻ പഠിച്ചത്. എല്ലാം കൂടെ ഇട്ട് കുറേ നേരം സിമ്മിലിട്ടിട്ട് ആക്കിയെടുത്തതാണ്. അവൾ വന്ന് ഇടയ്ക്ക് കുടിച്ചു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു സിനിമയൊക്കെ കണ്ടിങ്ങനെ വൈകിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മഴയല്ലേ, പുറത്തോട്ടൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ അവൾക്ക് ഹോംവർക്ക് ഉണ്ടായിരുന്നു. അവൾ വെള്ളിയാഴ്ച പോയില്ലായിരുന്നു, മഴയായതുകൊണ്ട് ഞാൻ വിട്ട്. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് വിട്ടില്ല. അങ്ങനെ ആ ഹോംവർക്ക് ചെയ്തു. പിന്നെ ഞാൻ അവളുടെ കൂടെ ഇരിക്കുകയാണ്. ഹോംവർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഒന്നും ചെയ്യേണ്ട, അവൾ തന്നെ അങ്ങ് ചെയ്തോളും. ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മതി. പിന്നെ ഞങ്ങൾ പുറത്ത് കുറച്ച് ജസ്റ്റ് ഒന്ന് മഴയൊക്കെ ഒന്ന് ശാന്തമായതിനു ശേഷം പുറത്തോട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ പാർലേജി ബിസ്ക്കറ്റ്, 5 രൂപയുടെ പണ്ടത്തെ പാർലേജി ബിസ്ക്കറ്റൊക്കെ കണ്ടപ്പോൾ വാങ്ങിച്ചു. അതിൽ നിന്നൊരു പാക്കറ്റ് പൊട്ടിച്ച് അവനിട്ട് കൊടുത്തു. പിന്നെ മാധു, പുതിയ ട്രെൻഡ് ഉണ്ടല്ലോ റീല്, അതാണ്. അടിച്ചു കയറി വാ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ സൺഡേ.